രാവിലെ വലിയ കരുതൽ എണീറ്റ് വന്ന് കാപ്പി ഉണ്ടാക്കാൻ തുടങ്ങിയപ്പോഴാണ് ദൈവമേ ഈ ഉപ്പില്ലല്ലോ എന്നുള്ള കാര്യം ഓർമ്മിച്ചത്. ഇന്നലെ ഞാൻ ചേട്ടൻ്റെ അടുത്ത് പറഞ്ഞു വിട്ടതായതുകൊണ്ട് എനിക്ക് വഴക്ക് കിട്ടിയില്ല, ചേട്ടനെ മറന്നുപോയതാണ്. പക്ഷേ ഇവിടെ നിന്ന് ചെന്ന് ഓരോരുത്തരിൽ നിന്ന് വാങ്ങാമെന്ന് വിചാരിച്ചാൽ ഇവിടെയുള്ള ആൾക്കാർക്ക് ഭയങ്കര ആചാരങ്ങളാണ്. എനിക്ക് തോന്നുന്നു ചില ദിവസങ്ങളിൽ ഉപ്പ് കൊടുക്കൂല, പാല് കൊടുക്കൂല, തൈര് കൊടുക്കൂല, ഇങ്ങനെയൊക്കെയാണ്. ഒന്നാമത് വെള്ളിയാഴ്ച ആയതുകൊണ്ട് എനിക്ക് ചോദിച്ചു പോകാനും പേടിയായിരുന്നു കേട്ടോ. ഈ അമാവാസി ദിവസങ്ങളിൽ പാല് കൊണ്ടുവരുന്ന ആൾക്കാർ പാല് കൊണ്ടുവരില്ല, അങ്ങനെയൊക്കെ ഭയങ്കര ആചാരങ്ങളാണ്. അതുകൊണ്ട് ഞാൻ വേറെ ആരെയും വാങ്ങാൻ പോയില്ല. അപ്പോൾ കാത്തുട്ടിക്കും തന്നൂട്ടിക്കും കഴിച്ചിട്ട് പോകാൻ വേണ്ടിയിട്ട് ഭാഗ്യത്തിന് ഇന്നലത്തെ ഇടിയപ്പവും കിഴങ്ങേറിയും ഉണ്ടായിരുന്നു. അതിനെയും ചൂടാക്കി രണ്ടുപേർക്കും ഇവിടെ വെച്ച് കഴിക്കാനുള്ളതൊക്കെ കൊടുത്ത് രണ്ടുപേരും സ്കൂളിൽ പറഞ്ഞു വിട്ടു. എന്നിട്ട് പറഞ്ഞു അച്ഛൻ പോകുന്ന വഴിക്ക് നിങ്ങൾക്കുള്ള ലഞ്ച് കൊടുത്തു വിടാന്ന്. ലഞ്ചായിട്ട് ചോറൊന്നും വേണ്ട, ഉച്ചവരെ ക്ലാസ് ഉള്ളതുകൊണ്ട് കാപ്പി മാത്രം കൊടുത്തു വിട്ടാൽ മതി. അപ്പോൾ ഞാൻ വിചാരിച്ചു കഴിഞ്ഞ ഒരു ദിവസം ഞാൻ ഗോബി മഞ്ചൂരിയൻ ഉണ്ടാക്കിയപ്പോൾ ഇവിടെ എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ അതങ്ങ് ഉണ്ടാക്കാമെന്ന്, പിന്നെ പൂരി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഉപ്പ് കൊണ്ടുവരുന്നത് വരെ കാത്തു നിന്നില്ല. ഇതിനുള്ള ഐറ്റംസ് എല്ലാം അരിഞ്ഞ് നമ്മുടെ കോളിഫ്ലവറൊക്കെ വേവിച്ച് മസാലയൊക്കെ പുരട്ടി ഉപ്പ് മാത്രം പുരട്ടാതെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നേ. പിന്നെ പെട്ടെന്ന് ഉപ്പ് കൊണ്ടുവന്നപ്പം അതും കൂടി ഇട്ട് പുരട്ടി നമ്മുടെ കോളിഫ്ലവറൊക്കെ ആദ്യം അങ്ങ് വറുത്തെടുത്തു. പിന്നെ ഇതിന് വേണ്ടിയിട്ട് ഞാൻ ആ കോളിഫ്ലവർ വറുത്ത എണ്ണയ്ക്കകത്ത് തന്നെ സവാള ഇട്ടു. അതൊന്ന് വഴണ്ട് വന്നപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ടു, പിന്നെ ക്യാപ്സിക്കം ഇട്ടു, അതിലോട്ട് കുറച്ച് മുളക് പൊടി ഇട്ടു, പിന്നെ ചില്ലി സോസ്, ടൊമാറ്റോ സോസ്, സോയാ സോസും കൂടെ ഒഴിച്ച് അതിനൊന്ന് നന്നായിട്ട് ഡ്രൈ ആക്കി എടുത്തിട്ട് നമ്മുടെ വറുത്ത് വെച്ചിരിക്കുന്ന കോളിഫ്ലവറും കൂടി ഇട്ട് നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്തെടുത്തു. പിന്നെ ഗ്രേവി ആയിട്ട് വേണമെന്നുള്ളത് കൊണ്ട് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ച് തിളച്ച് വന്നപ്പോൾ കോൺഫ്ലോറും കൂടെ കലക്കിയതങ്ങ് ഒഴിച്ചു കൊടുത്തു. അതിൻ്റെ വീഡിയോ ഞാൻ എടുക്കാൻ മറന്നുപോയി കേട്ടോ. അപ്പോഴാണ് ഈ ഒരു തിക്ക് ഗ്രേവി ആയിട്ട് കിട്ടുന്നത്. പിന്നെ കുറച്ച് മല്ലിയില ഇട്ടു. സ്പ്രിംഗ് ഒണിയും കൂടി ഉണ്ടെങ്കിൽ ഇട്ട് കൊടുത്താൽ നല്ല ടേസ്റ്റാണ്. ഇവിടെ ഇപ്പോൾ കാണാനേ ഇല്ല. ഡിസംബർ ആകുമ്പോൾ പിന്നെ അത് മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ പെട്ടെന്ന് അതൊക്കെ റെഡിയാക്കിയിട്ട് പൂരി, ഇത് ഇത്രയും പൂരി എന്തിനാണെന്ന് ചോദിച്ചാൽ ഇതിവിടെ തന്നെ ചിലവാകും. വൈകുന്നേരം ട്യൂഷനൊക്കെ പോയിട്ട് വന്നു കഴിഞ്ഞ് വിശക്കുന്നതെന്ന് പറയുമ്പം അടുത്തൊരു ഐറ്റം ഉണ്ടാക്കണ്ടല്ലോ. അപ്പോൾ രാവിലെ ഒറ്റ സ്റ്റെപ്പിൽ ഇതങ്ങ് വറുത്ത് വെച്ചിരുന്ന വൈകുന്നേരം വരെ ഇത് തന്നെ അങ്ങ് ഓട്ടിക്കാം. അങ്ങനെ അവസാനത്തെ പൂരിയും ഒരുവിധം ചുട്ടെടുത്ത് ഇത്രയും ആക്കിയിട്ടുണ്ട്. ഇനി ലഞ്ച് ബോക്സിലങ്ങ് പാക്ക് ചെയ്യേണ്ട താമസമേ ഉള്ളൂ. ഇന്നലെ ചൂടാക്കിയ ഇടിയപ്പം പിന്നെ കിഴങ്ങേറി ഇതെല്ലാം ഉണ്ടായിരുന്നതുകൊണ്ട് ഞാൻ രാവിലെ രക്ഷപ്പെട്ടു കേട്ടോ. പിന്നെ കാത്തൂട്ടിക്കുള്ള ലഞ്ച് എടുത്ത് വെച്ചു. പൂരി ആയതുകൊണ്ട് ഇവിടെ നല്ല പോളിംഗ് ആയിരിക്കും, അതുകൊണ്ട് ഞാൻ ആദ്യം 4 വെച്ചു. പിന്നെ എനിക്കെന്തോ ഒരു ഡൗട്ട്, ചിലപ്പോൾ ഇഷ്ടപ്പെട്ട കറിയൊക്കെ ആയതുകൊണ്ട് കൂടുതൽ കഴിച്ചാലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഒരു പൂരിയും കൂടെ എക്സ്ട്രാ വെച്ചു കൊടുത്തു. പിന്നെ നല്ല ഗോബി മഞ്ചൂരിയൻ എടുത്തു. തനുക്കുട്ടി ഇവിടെ നിന്ന് നേരത്തെ പറഞ്ഞിട്ട് പോയി. അവൾക്കാണെങ്കിൽ ഈ ഗോബി മഞ്ചൂരിയൻ ഇഷ്ടമാണ്, പക്ഷേ അതിലുള്ള ക്യാപ്സിക്കവും സവാള എല്ലാം അതുപോലെ കിടക്കും, വെറും ഇങ്ങനെ കറി മുക്കി മുക്കി കഴിക്കും. അതുകൊണ്ട് അവൾക്ക് കോളിഫ്ലവർ വറുത്തത് പ്രത്യേകിച്ച് അങ്ങ് വെച്ചു കൊടുത്താൽ മതി എന്ന് പറഞ്ഞതുകൊണ്ട് അത് ഞാനൊരു 4-5 വറുത്തേന്ന് മാറ്റി വെച്ച് അതും വെച്ചു. ടൊമാറ്റോ സോസ് മതിയെന്നാണ് പറഞ്ഞത്, അത് ഞാൻ വച്ചില്ല, പകരം കിഴങ്ങറിയും കൂടെ കൊടുത്തു വിട്ടിട്ടുണ്ട്.